അതെ അതെ, ഞാൻ പറഞ്ഞുതരാം. അതെ, അപ്പോൾ ഈ ക്യാപ്സ്യൂളിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഈ എൻഡിലായിട്ട് ഒരു ഹെമിസ്ഫിയർ വന്നിട്ടുണ്ട് അല്ലേ, ശരിയല്ലേ? എൽമിക്ക് മനസ്സിലായല്ലോ. ഇവിടെ ഒരു ഹെമിസ്ഫിയർ വരുന്നുണ്ട്. ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ കണ്ടാൽ അറിയാം 5 mm പകുതിയാണ്. ഓക്കെ, 5/2 mm ആണ് റേഡിയസ്. അതേപോലത്തെ ഹെമിസ്ഫിയർ ഈ എൻഡിലും വരുന്നുണ്ട്, ശരിയല്ലേ? അതേപോലത്തെ ഹെമിസ്ഫിയർ ഇവിടെയും വരുന്നുണ്ട്. സെയിം റേഡിയസ് തന്നെയാണ് 5/2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹെമിസ്ഫിയറിൻ്റെ ഏരിയ വരുന്നുണ്ട് അല്ലേ, ശരിയല്ലേ? ഹെമിസ്ഫിയറിൻ്റെ എന്ത് ഏരിയ? കേർവ്ഡ് സർഫസ് ഏരിയ അല്ലേ, ശരിയല്ലേ? അതിൻ്റെ ഉള്ളിൽ ആ സർക്കുലർ പോർഷൻ പുറത്തുനിന്ന് വിസിബിൾ അല്ല, അത് എംപ്റ്റി ആയിട്ട് എടുക്കുക. സർക്കുലർ പോർഷൻ അത് വരില്ല. ഇവിടുത്തെ എന്താണ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ വരും. അത്രയും തന്നെ ഇത് ഇവിടെയും വരുന്നുണ്ട് അല്ലേ, ശരിയല്ലേ? ഇവിടെയും അതേപോലെ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ ഇവിടെയും വരുന്നുണ്ട്. മനസ്സിലായോ എൽമിയ? പിന്നെ വരുന്ന റിമൈനിങ് പാർട്ട് സിലിണ്ടറാണ് അല്ലേ, ശരിയല്ലേ? പിന്നെ വരുന്നത് ഇത്രയും ലെങ്ത്ത് ഹൈറ്റാണ് വരുന്നത്, ഇത്രയും ഹൈറ്റ് വരുന്നുണ്ട്. ശരി, പിക്ചർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വരച്ചാലേ മനസ്സിലാവുള്ളൂ. ഇതല്ലേ ഹൈറ്റ് എന്ന് പറയുന്ന ആൾ സിലിണ്ടറിൻ്റെ, ശരിയല്ലേ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ഭാഗം റേഡിയസ് ആണെന്ന് നമുക്ക് പിക്ചറിൽ നിന്ന് മനസ്സിലായി, 5/2 അല്ലേ, ശരിയല്ലേ? അതുപോലെ ഇതും 5/2 ആണ് നമുക്ക് പിക്ചറിൽ നിന്ന് മനസ്സിലായി അല്ലേ, ശരിയല്ലേ? 5/2 കൂടി ആഡ് ചെയ്യുമ്പോൾ 5 ആയി പോയി. അപ്പോൾ 40 നിന്ന് ഈ 5 മൈനസ് ചെയ്താൽ മതി അല്ലേ. 14 mm നിന്ന് 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് ഈക്വൽ 9 കിട്ടും, ശരിയല്ലേ? മനസ്സിലായല്ലോ? 5/2 പോയപ്പോൾ 5 പോയി. 14 നിന്ന് 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 9 ആണ് സിലിണ്ടറിൻ്റെ ഹൈറ്റ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് വേഗം ചെയ്യാം. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈംസ്, നമുക്ക് സ്റ്റെപ്പ് കുറയ്ക്കാം. 2 ടൈംസ് CSA ഓഫ് ഹെമിസ്ഫിയർ. രണ്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഹെമിസ്ഫിയർ അല്ലേ ലെഫ്റ്റിലും റൈറ്റിലും വെച്ചിരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ 2 ടൈംസ് എടുക്കാം നമുക്ക്. 2 ടൈംസ് CSA ഓഫ് ഹെമിസ്ഫിയർ, പിന്നെ സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയയും കൂടി വരുന്നുണ്ട് ഓഫ് സിലിണ്ടർ. ഇത്രയും ക്ലിയർ ആയല്ലോ എൽമിയക്ക്? 2 ടൈംസ് CSA ഓഫ് ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr² ആണ്, ശരിയല്ലേ? അതിൻ്റെ സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ 2πrh ആണ്. അതും മനസ്സിലായോ? ഇത്രയും ഡൗട്ടൊന്നുമില്ലല്ലോ എൽമിയക്ക്? അപ്പോൾ ഇവിടെ 4πr² പ്ലസ് 2πrh വരും, ശരിയല്ലേ? നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് വരുന്നവരൊക്കെ പുറത്തോട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇത് രണ്ടിലും 2πr കോമൺ ആയിട്ട് എടുക്കാൻ പറ്റില്ലേ എൽമിയ? ഇവിടെ ഒരു 2r വരും, അവിടെ ഒരു h ബാലൻസ് വരും, ശരിയാണോ? 2 ഇൻറ്റു ഡൗട്ടില്ലല്ലോ? പൈ എന്ന് പറഞ്ഞാൽ ഇതും കൂടി ചെയ്തിട്ട് നിർത്താം. 22/7 ഇൻറ്റു r എന്ന് പറഞ്ഞാൽ 5/2. 2r എന്ന് പറഞ്ഞാൽ 5, h എന്ന് പറഞ്ഞാൽ 9 അല്ലേ, ശരിയല്ലേ? h 9 ആണ്. 2 ഇൻറ്റു 22/7 ഇൻറ്റു 5/2 ഇൻറ്റു 5 + 9 14 ആണ് അല്ലേ? വെട്ടിപ്പോവും മിക്കവാറും. ഈ 7ഉം 2ഉം കൂടി 14 ആയി. ആ 14 ഇവിടെ പോയി. അപ്പോൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 220 mm² ആണ് യൂണിറ്റ് അല്ലേ എൽമിയ? അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ?